ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ വ്ളോഗാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ടാവും കേട്ടോ. മോള് നല്ല ഉറക്കത്തിലാണ്. 2 പേരും കിടപ്പുണ്ട്. മോള് നല്ല ഉറക്കത്തിലാണ്, മോൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. വരുന്ന വഴിക്ക് മോൾ ഉറങ്ങിപ്പോയി, അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ലൈറ്റ് ഓഫ് ആക്കിയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ബൾബ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള വെട്ടം കിട്ടും. ഇതേ വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞില്ലേ, അത് മോനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് അവൻ്റെ കണ്ണിങ്ങനെ ചീമുള കിട്ടുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ അവന് തുറക്കാൻ പറ്റുന്നില്ല ഇടത്തെ കണ്ണ്. അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് പോയതാണ്. സാധാരണ ചൂടുകൊണ്ടാണല്ലോ അങ്ങനെ വരാറ്. അതൊന്ന് കാണിച്ചപ്പം ഡോക്ടർ കണ്ണിലൊഴിക്കാൻ വേണ്ടി മരുന്ന് തന്നതാണ് കേട്ടോ. ഇതാണെങ്കിൽ അവൻ്റെ സ്കിന്നിങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കറുത്ത കളർ പോലെ ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റ് തന്നതാണ്. അതുകൂടെ വാങ്ങിച്ചിട്ട് പോന്നു. പിന്നെ ഞാനും കുറച്ച് സമയം അവരുടെ കൂടെ കിടന്നായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും മോൾ എണീറ്റു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 4-4:15 ആയപ്പോഴത്തേനും അവൾ എണീറ്റു. അവൾ എണീറ്റൻ്റെ മൂശായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ചായ വേണമെന്ന് ചോദിക്കാം കേട്ടോ. ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന്. ഭയങ്കര മൂശായിട്ടാണ് കരച്ചിലായിരുന്നു. കരഞ്ഞ് ബഹളം വെച്ചിട്ട് പിന്നെ ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേനും ഏട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അത് ഇവിടുത്തെ പൂച്ചയാട്ടോ, നമ്മുടെ വീട്ടിലെ പൂച്ചയല്ല, എന്നാലും വീട്ടിൽ തന്നെ, എപ്പോഴും ഇവിടെ തന്നെ. അമ്മയൊക്കെ പേരക്കകത്ത് ഇങ്ങനെ കയറ്റി ഇപ്പം പോകുന്നില്ല. അകത്ത് കയറുമായിരുന്നു. ഇപ്പം ഞങ്ങൾ കയറ്റത്തില്ല. പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറ്റത്തില്ല കേട്ടോ. അതായത് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളാണ്. കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2ആയിട്ട് പാൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാല് കുഞ്ഞിനും എനിക്കും ചായ ഇടാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ നമ്മൾ ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. മറ്റേതാണെങ്കിൽ ഏട്ടന് ചായ ഇടാൻ വേണ്ടി എടുത്ത കേട്ടോ. ഗ്രൈൻഡറിലാണെങ്കിൽ അമ്മാരി ഇട്ടിട്ടുണ്ട്. ഇതാ ഏട്ടൻ വാങ്ങിച്ച സാധനങ്ങളായി കാണുന്നത്. ഏട്ടനാണെങ്കിൽ മറ്റേ കവർ പാൽ വാങ്ങിച്ചുകൊണ്ട്, അതുകൊണ്ട് ഏട്ടന് ഇച്ചിരി പാലും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വെച്ചതാണ്. ഞാൻ അതൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നതെന്ന് നോക്കിയതാട്ടോ. അപ്പോഴത്തേന് ഏട്ടൻ്റെ പാല് തിളച്ചു. മറ്റേതാണെങ്കിൽ മറ്റേ സ്വിമ്മിന് വെച്ചേക്കുന്നുണ്ട്, അത് തിളച്ചിട്ടില്ല. അത് നല്ലപോലെ ഞാൻ കാച്ചി എടുത്തിട്ട് മോക്ക് കൊടുക്കാറുള്ളൂ കേട്ടോ. ഏട്ടനങ്ങനെ തന്നെ, അത് ചെറിയ തീയായതുകൊണ്ട് അത് ഇതുവരെ തിളച്ചിട്ടില്ല. പിന്നെ എനിക്ക് അവൾക്കൂടെ ചായ എടുക്കുക. ഇവിടെ എല്ലാവരും കട്ടനാണ് കുടിക്കുന്നത് കേട്ടോ. ഞങ്ങളെ ഉള്ളു പാൽ ചായ കുടിക്കുന്നത്. പിന്നെ ഇടയ്ക്കെങ്ങാനും കുടിക്കുകയാണെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ അമ്മയ്ക്ക് കൂടെ കൊടുത്തായിരുന്നു ഒരു ഗ്ലാസ്. അമ്മ ഈ സമയത്തൊന്നും കഴിക്കത്തില്ല. ഇവർ 7 മണിക്കാണ് ചായ കുടിക്കുന്നത്. എനിക്ക് പക്ഷേ വീട്ടിലെ ശീലം ആയതുകൊണ്ട് എനിക്ക് 4:30 ചായ കുടിക്കണം. അപ്പോൾ മോളും ഞാനോട് ചായ കുടിക്കുന്നു. അവൾക്കാണെങ്കിൽ ഏട്ടൻ എന്തോ കൊണ്ടുവന്ന് കേക്ക് കണ്ട് എടുത്ത് കൊടുത്താൽ കേട്ടോ. ഏട്ടന് തരാൻ പറയുക കേട്ടോ അവിടെ ഇരുന്നിട്ട്. പിന്നെ എൻ്റെ ചായ കൊണ്ട് ഞാനും വന്നു. എനിക്കിഷ്ടപ്പെട്ട സാധനം അത് കപ്പ വറുത്തത്, നമ്മളവിടെ ചീനി വറുത്തതെന്ന് പറയും. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ഞാനതും കൂട്ടിയിട്ട് ചായ കുടിക്കുക. പിന്നെ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉരുളൻകിഴങ്ങ് വെക്കാനെടുത്തതാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കി ഞാൻ എടുത്തു. എന്നിട്ട് അത് കുക്കറിനകത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പൂടി ചേർത്തിട്ട് അടിച്ച് 2 വിസിൽ വരുന്നതിന് വരെ അടിച്ചെടുത്തു. അത് എന്നിട്ട് നമ്മൾ പാന് ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് അത് പാനിനകത്ത് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അത് അവൾ കഴിക്കുമൊക്കെ ഇഷ്ടമാണ്. ചില ദിവസം കഴിക്കും, എല്ലാ ദിവസമൊന്നും കഴിക്കത്തില്ല. ഇവിടെ പരുവം കാണുമ്പോൾ അറിയാലോ, അവൾ എല്ലാ ദിവസമൊന്നും കഴിക്കത്തില്ല എല്ലാ സാധനം. 2 വയസ്സുണ്ടെങ്കിൽ 2 വയസ്സിൻ്റെ ആളില്ല. പക്ഷെ ഞാൻ എല്ലാം കറക്റ്റ് സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് വരുമ്പോൾ അവൾക്ക് ഒരു പനിയും പിടിക്കും. അപ്പം പിന്നെ ഒരാഴ്ച കഴിപ്പില്ല. ഇപ്പം വന്നപ്പം പനി പിടിച്ചുകൊണ്ട് ഇപ്പം കഴിപ്പേ ഇല്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമേ കൊടുത്തപ്പം നോക്കത്തില്ല കേട്ടോ. പിന്നെ സംഭവം ഇതാണെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ കൈ നീട്ടുന്നത്. പിന്നെ അവൾ കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കും കേട്ടോ. നേരത്തെ വന്നപ്പോൾ ആ മോശമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നേരം അതുകൊണ്ടിരിക്കും. പിന്നെ ഇവൾ കഴിച്ചു കഴിയാൻ കുറേ സമയം എടുത്തു കേട്ടോ. കുറേ സമയം എടുക്കും. സാധാരണ എല്ലാം അങ്ങനെ തന്നെ. ഭയങ്കര പാടാണ് അവൾ കഴിച്ചു കഴിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ മെനക്കെടണം ഇവളെ കൊണ്ട്. പിന്നെ അവന് അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പുറകെ നടക്കാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് മാങ്ങ അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ്. ഞാനത് യൂട്യൂബിനകത്ത് ഷോർട്സായിട്ട് ഇടുന്നുണ്ട്, നോക്കി എല്ലാവരും കേട്ടോ. പിന്നെ അപ്പോഴത്തേനും ഏട്ടനാണെങ്കിൽ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മത്തിയായത്. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്നാക്കാൻ വേണ്ടി എല്ലാം കൂടെ അരിഞ്ഞിട്ട് മാങ്ങയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. മാങ്ങയിട്ട് വെച്ചു. പിന്നെ ആ 2 മീൻ എടുത്ത് വെച്ചിരിക്കുന്നത് മോൾക്ക് വറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഇടുന്നതുകൊണ്ട് ഉള്ളതൊന്നും കഴിക്കത്തില്ല. അപ്പം വറുത്തത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പം വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് 2 ഞാൻ മാറ്റി വെച്ചതാണ്.
അരപ്പ് ചേർത്തിട്ട് ഞാൻ മീൻ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. പിന്നെ കുഞ്ഞിന് കറി വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇത് തോരപ്പരിപ്പും തക്കാളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുകൂടി ഇട്ടിട്ട് വെച്ചു. പിന്നെ തൈര് വേണ്ടവർക്ക് തൈരായിട്ട് എടുക്കാം. മോൾക്ക് അങ്ങനെ കറി വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ കൂടെ കളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവളിവിടെ ഭയങ്കര കളിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവളുടെ പൂച്ച, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, പൂച്ച അവൾക്ക് ഭയങ്കര ക്രേസാണ്. ആ പൂച്ചയുടെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ മറ്റേ ഈയലില്ലേ, ഇവിടെയൊക്കെ പറയാം മഴപ്പാറ്റാന്ന്, നമ്മുടെ ഇവിടെയൊക്കെ പറയാം ഈയൽ, അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഈ കമ്പ് വെച്ചിട്ട് അതിനെ തൂത്ത് കളയാം കേട്ടോ. അതാണെങ്കിൽ ഈ പൂച്ച അകത്ത് കയറുന്നതിന് അമ്മ അടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച കമ്പാട്ടോ. അതകത്തുനിന്ന് അവളെ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ പാറ്റ് ഓടിച്ചു വിടുക. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുക കേട്ടോ. 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. താഴോട്ടൊക്കെ നല്ല മഴയാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇതാ അപ്പോഴത്തേനും മോൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ഞാൻ കറി ആയിട്ടുണ്ട്, കറിയും മീനോട് കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനിടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി വന്നിട്ട്, ഇത് പിള്ളേർക്ക് കൊതു കുത്തുന്നതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ കൊതുവലയിടും. അപ്പം മോള് അതിനകത്ത് നിൽപ്പുണ്ട്, മോനെ ഏതാണ്ട് അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.